ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എല്ലാവർക്കും ചേരുന്ന ഒരു ഫേഷ്യലായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഫേഷ്യലും ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ പാക്ക് മാത്രം ഇട്ടാൽ മതിയെങ്കിൽ പാക്ക് മാത്രമായിട്ട് ഇടാനായിട്ടുള്ള നല്ല ഒന്നാന്തരം ഞവരരി വെച്ചുള്ള ഒരു ഫേഷ്യലായിട്ടാണ് വന്നിരിക്കുന്നത്. എടുത്തു പറഞ്ഞോട്ടെ, പുരുഷന്മാർക്കും ചെയ്യാം, കുട്ടികൾക്കും ചെയ്യാം. കുട്ടികൾക്ക് ഫേഷ്യലല്ല കേട്ടോ, ഈ പാക്ക് ഇടാം, മസാജ് ഒന്നും ചെയ്യണ്ട കേട്ടോ. പുരുഷന്മാരെ സംബന്ധിച്ച് താടി മീശയൊക്കെ ഉള്ളവർക്കും എല്ലാം ഈ പാക്ക് ഇടാം കേട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് ഇടാം. താടിക്കും മീശയ്ക്കും ഒന്നും ഒരു കുഴപ്പവും വരില്ല. പലരും ചോദിക്കാറുണ്ട്, ഈ താടി മീശയൊക്കെ ഉള്ളവർ ഇങ്ങനെ ഫേഷ്യലും ഒക്കെ ചെയ്യുമ്പോൾ അത് താടിയിലും മീശയിലൊക്കെ ആയ പ്രശ്നമുണ്ടോയെന്ന് പലരും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഓൾ സ്കിൻ ടൈപ്പിനും ചെയ്യാം. ഓൾ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞത് ഉണ്ടല്ലോ, ഇപ്പോൾ ഓയിലി സ്കിന്നാണെങ്കിലും അതുപോലെ നോർമൽ സ്കിന്നാണെങ്കിലും ഡ്രൈ സ്കിന്നാണെങ്കിലും എല്ലാവർക്കും ഈ ഞവര ഫേഷ്യൽ അല്ലെങ്കിൽ പാക്ക് ഇടാം കേട്ടോ. അത് ഇപ്പോൾ എല്ലാവർക്കും ഞവരരി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നത് എന്താ, നമ്മൾ ഇല്ലേ കർക്കിടകക്കഞ്ഞി വാങ്ങുമ്പോൾ അതിൻ്റെ കൂട്ട് വാങ്ങുമ്പോഴൊക്കെ അതിനകത്ത് ഉണ്ടാവും അല്ലേ, റെഡ് റൈസ് എന്നും പറയും അതിനെ. പിന്നെ ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയവർക്കറിയാം, അവിടെ മിക്കവാറും ഞവരക്കിഴിയുണ്ട് അല്ലേ. ഞവരക്കിഴി എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെൻറ്റ് അവർക്കുണ്ട്, സ്കിന്നൊക്കെ ഗ്ലോ ആവുന്നതിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണം എന്താണെന്നോ, ഇത് നല്ല ഒന്നാന്തരം സ്ക്രബായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ക്ലെൻസറായിട്ട് ഉപയോഗിക്കാം. പിന്നെ സ്കിന്നിന് നല്ല നറിഷിങ് ആവുന്നതിനും സോഫ്റ്റ് ആവുന്നതിനും ഗ്ലോ കിട്ടുന്നതിനും എല്ലാത്തിനും നല്ലതാണ്. മെയിൻ കാരണം ഡെഡ് സ്കിൻ പോകും, നമ്മുടെ മുഖത്തെ ഡെഡ് സ്കിൻ പോകുന്നതിന് ഏറ്റവും നല്ല ഒരു റെമഡിയാണ് ഞവര പാക്ക് കേട്ടോ. അപ്പോൾ ഇതിനി ആർക്കൊക്കെ ഉപയോഗിക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഓൾ സ്കിൻ ടൈപ്പ് ഉപയോഗിക്കാം, പുരുഷന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ പാക്കായിട്ട് ഇടാം, സ്ത്രീകൾക്ക് പറയണ്ടല്ലോ, സ്ത്രീകൾക്ക് ഇടാം. പിന്നെ ഒത്തിരി ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക്, അതുപോലെ മുഖക്കുരു ഉള്ളവർക്ക്, അൺഈവൺ സ്കിന്നുള്ളവർക്ക്, അവിടെ ഇവിടെയും കറുത്ത പാടുകളും ബ്ലെമിഷസ് ഒക്കെ ഉള്ളവർക്ക്, പിന്നെ അതിലെല്ലാത്തിലുപരി നല്ല ഒന്നാന്തരം മോയ്സ്ചറൈസർ, നമ്മുടെ സ്കിന്നിന് നല്ല ഹൈഡ്രേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും ഗുണങ്ങൾ ഇതിനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് പറയാം കേട്ടോ. ഇത് രണ്ട് തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ആദ്യം ഇത് നമുക്ക് വാങ്ങിയ അരി നമുക്ക് കഴുകി പൊടിച്ച് ഉണക്കി പൊടിച്ച് നമുക്ക് എടുത്തു വെക്കാം. അതല്ല, നമുക്കിത് വേവിച്ച് കുക്കറിലിട്ട് വേവിച്ച് നമുക്ക് പേസ്റ്റാക്കി ഉപയോഗിക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം, അതിൻ്റെ ഗുണങ്ങളൊന്നും പോകുന്നില്ല. പിന്നെ യാതൊരുവിധ കെമിക്കൽസും ഒന്നും ഇതിലടങ്ങിയിട്ടില്ല കേട്ടോ. അത് എടുത്തു പറയണം. നമ്മൾക്കത് എല്ലാവർക്കും അറിയാമല്ലോ, അത്രയും നല്ല ഒരു റൈസാണ് അത്. അപ്പോൾ അത് മാത്രമല്ല, ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്, ഫ്ലാവനോയിഡ്സ് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, അയൺ, സിങ്ക്, അതുപോലെ പൊട്ടാസ്യം, ബിയുടെ ഒത്തിരി ബി കോംപ്ലക്സ് അടങ്ങിയിട്ടുണ്ട്, പോളിഫിനോൾസ്, അങ്ങനെ ഒത്തിരി വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിന് വേണ്ട ഒത്തിരി ഗുണങ്ങൾ ഇതുണ്ട്, വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണേന്ന് നോക്കാം. നമുക്ക് വേണ്ടത് ഈ പേസ്റ്റാക്കി എടുത്തത്, അതായത് ഞവര റൈസ് വേവിച്ച് പേസ്റ്റാക്കി എടുക്കണം. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ ഫേഷ്യൽ ചെയ്യുന്നവരാണെങ്കിൽ ഫേഷ്യലിൻ്റെ എല്ലാ സ്റ്റെപ്പും നമുക്ക് ചെയ്യാം. ക്ലെൻസ് ചെയ്യാം, സ്ക്രബ് ചെയ്യാം, മസാജ് ചെയ്യാം, പാക്ക് ഇടാം, അങ്ങനെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അധികം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റീമും എടുക്കാം കേട്ടോ. അപ്പോൾ തുടങ്ങാം നമുക്ക്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യണേ, നമ്മൾ ഫസ്റ്റ് സ്ക്രബാണ് ക്ലെൻസാണ് ചെയ്യുന്നത്. ക്ലെൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ വേവിച്ച പേസ്റ്റാക്കിയതാണെങ്കിൽ അത് ഒരു സ്പൂൺ, അതല്ല നിങ്ങൾ പൊടിയാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ അത് എടുത്താൽ മതി. നമുക്ക് ഒരു സ്പൂൺ എടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കാച്ചാത്ത പാലൊഴിച്ച് അത് നന്നായിട്ട് ഒരു 2 മിനിറ്റ് അങ്ങ് മുഖവും കഴുത്തും ഈ മൂക്കിൻ്റെ സൈഡും ഒക്കെ നന്നായിട്ടങ്ങ് മസാജ് ചെയ്ത് മാറ്റണം കേട്ടോ. എന്നിട്ട് നല്ലൊരു സ്പോഞ്ചോ തുണിയോ കോട്ടനോ എന്തെങ്കിലും വെച്ച് മുഖം നന്നായിട്ട് തുടച്ച് മാറ്റണം.
ഓക്കെ. അത് ഇനി നമുക്ക് വേണ്ടത് സ്ക്രബാണ്. സ്ക്രബ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ അധികം നേരം സ്ക്രബ് ചെയ്യരുത് കേട്ടോ. അതാണ് ആ മിക്കവാറും നമ്മുടെ മൂക്കിൻ്റെ സൈഡിലും അതുപോലെ മൂക്കിലും ഈ താടി ഈ ചീക്കിൻ്റെ സൈഡിലൊക്കെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ അധികം ഉള്ളത്. നിങ്ങൾക്ക് ഇനി സ്റ്റീം കൊടുക്കണം അത്രയധികം നിങ്ങളുടെ മുഖക്കുരും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലെൻസ് കഴിഞ്ഞിട്ട് സ്റ്റീം കൊടുക്കാം, അതല്ലെങ്കിൽ സ്ക്രബ് കഴിഞ്ഞിട്ടും സ്റ്റീം കൊടുക്കാം. എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് 2 രീതിയിലും സ്റ്റീം കൊടുക്കാം കേട്ടോ. ഇപ്പം ഇവിടെ ഞാൻ സ്ക്രബ് കഴിഞ്ഞിട്ടാണ് സ്റ്റീം കൊടുക്കാൻ പറയുന്നത്. അതിന് മുന്നും ക്ലെൻസിങ് കഴിഞ്ഞിട്ട് സ്റ്റീം കൊടുത്തിട്ട് സ്ക്രബ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സ്ക്രബിനായിട്ട് നമ്മൾ ഈ പേസ്റ്റ് ഒരു സ്പൂൺ എടുത്തിട്ട് അതിനകത്ത് 1/2 സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. അത് നമുക്ക് ബ്രൗൺ റൈസ് ഇടാം, ബ്രൗൺ ഷുഗർ ഇടാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാര പൊടിച്ച് നമുക്ക് ചേർത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം. ഓക്കെ. സ്ക്രബ് ഒരു 2 മിനിറ്റ് സ്ക്രബ് ചെയ്താൽ മതി. അതിന് ശേഷം മുഖമെല്ലാം വൃത്തിയാക്കിയിട്ട് സ്റ്റീം കൊടുക്കാം. ഓക്കെ. സ്റ്റീം കൊടുത്ത് നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ വെറുതെ നമുക്ക് സ്റ്റീം കൊടുത്തിട്ട് കോട്ടൺ വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എഴുന്ന് നിൽക്കണമൊക്കെ നമുക്ക് പോരും. ജസ്റ്റ് ഒന്ന് കോട്ടൺ വെച്ച് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി, പോകുന്നുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് മസാജാണല്ലേ. മസാജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഞവര പേസ്റ്റ് വെച്ച് ചെയ്യാം. അതല്ല നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മസാജ് ക്രീം ഉണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ഞവര പേസ്റ്റ് ഇട്ട് അത് ചെയ്യാം. അതുമല്ല എന്തെങ്കിലും ഓയിൽ, മസാജ് ഓയിൽ ഈ ഞവര പേസ്റ്റിലോട്ട് ഒഴിച്ചിട്ടും അങ്ങനെയും ചെയ്യാം. ഇനി വേറൊരു രീതി തേങ്ങാപ്പാൽ കേട്ടോ. നല്ല ഡ്രൈ നോർമൽ സ്കിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലിൽ 1 സ്പൂൺ നവര റൈസ് നമ്മൾ പേസ്റ്റാക്കിയത് അല്ലെങ്കിൽ പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്യാം കേട്ടോ. വളരെ നല്ലതാണ്, നല്ല ഗ്ലോ കിട്ടും ഈ പിന്നെ തേങ്ങാപ്പാലും കൂടെ ആവുമ്പോഴേ. മറ്റേ മസാജ് ഓയിലും ക്രീമും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. എന്നാലും ഞാൻ തേങ്ങാപ്പാൽ എടുത്തു പറഞ്ഞാണ്. പിന്നെ അധികം മുഖക്കുരും അങ്ങനെയുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ളവർ തേങ്ങാപ്പാൽ വേണ്ട കേട്ടോ. റോസ് വാട്ടറോ വേറെ ഏതെങ്കിലും മസാജ് ഓയിൽ ഉപയോഗിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റ് നമുക്ക് മസാജ് ചെയ്യാം. അപ്വേഡ് മസാജ് ചെയ്യണം, സോഫ്റ്റായിട്ട്. ഫെദർ ടച്ച് എന്നാണ് ഞങ്ങൾ ബ്യൂട്ടീഷ്യന്മാർ പറയുന്നത്. അപ്പോൾ ഫെദർ ടച്ച് ആയിരിക്കണം, അമർത്തി ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് മസാജ് ചെയ്തു അല്ലേ. ഇനി അടുത്തതായിട്ട് നമ്മൾ മുഖമൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ പാക്ക് ഇടാൻ പോവുകയാണേ. പാക്കിന് നമുക്ക് ഞവര പേസ്റ്റിൻ്റെ കൂട്ടത്തിൽ തേൻ ഒഴിക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഗ്ലിസറിൻ ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം. ഇനി പിന്നെ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഈ നവര പേസ്റ്റും തേനും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് മുഖത്തിട്ടാൽ മതി. ഇനി വല്ലാണ്ട് മുഖക്കുരുവൊക്കെ ഉള്ളവർക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം കേട്ടോ. കൂട്ടത്തിൽ ഗ്ലിസറിൻ, ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഗ്ലിസറിൻ ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ പാക്ക് ഇടുന്നു. പാക്കിട്ട് അത് നന്നായിട്ട് വലിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് മാറ്റും. ഓക്കെ. അപ്പോൾ മുഖം നല്ല വൃത്തിയാവും, നല്ല ഗ്ലേസിങ് കിട്ടും, ഡെഡ് സ്കിന്നൊക്കെ പോകും, നല്ല ഗ്ലോ കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ. നിങ്ങൾ ഫേഷ്യലൊക്കെ വീട്ടിൽ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞവര ഫേഷ്യൽ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഫേഷ്യൽ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ട് എന്നെ റിസൾട്ട് അറിയിക്കണം. പുരുഷന്മാർക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നെ വായിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ടേ. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണം. ഓക്കെ എന്നാൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.